പുട്ടിൻ്റെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയൊക്കെ ഒരുപോലെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബനാന സ്റ്റൂ, ഏത്തപ്പഴം സ്റ്റൂ ആണ് നമ്മളിന്ന് തയ്യാറാക്കി എടുക്കുന്നത്. പുട്ടിനും അപ്പത്തിനും മാത്രമല്ല കേട്ടോ, നല്ലൊരു ഡിസേർട്ടായിട്ടൊക്കെ നമുക്കിത് സെർവ് ചെയ്യാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. ഒരു 5-10 മിനിറ്റിനോട് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ ഒരു പാൻ ചൂടാവാൻ വെച്ച് നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഒന്ന് ചൂടായിട്ട് വരുമ്പം കുറച്ച് കാഷ്നട്ട് ഇട്ടിട്ടൊന്ന് ഫ്രൈ ആക്കി ഒന്ന് മാറ്റി വയ്ക്കണം. നമ്മൾ കാഷ്നട്ട് അവസാനം ചേർക്കാൻ വേണ്ടിയിട്ടാണ്. നല്ല ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കുക. അതിനുശേഷം ഇതൊന്ന് കോരി മാറ്റി വയ്ക്കാം. ഇനി ഇതേ നെയ്യിലേക്ക് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഒരു മീഡിയം മധുരം ഉണ്ടാവുകയുള്ളൂ ഈ ഒരു പഞ്ചസാര ചേർക്കാൻ നിൽക്കുക. നിങ്ങൾക്ക് നല്ല മധുരമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഒരു 3-4 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കാം കേട്ടോ. ലോ ഫ്ലെയിമിലിട്ട് ഇതൊന്ന് കാരമലൈസ് ചെയ്തെടുക്കണം. അപ്പോൾ അതിൻ്റെ കളറൊക്കെ മാറി നല്ലൊരു ഗോൾഡൻ കളറിലേക്ക് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഏത്തപ്പഴം ചേർത്ത് കൊടുക്കാം. 2 വലിയ സൈസിലുള്ള ഏത്തപ്പഴമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അധികം പഴുക്കാത്ത പഴമാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അതുപോലെ ഒരു 1/4 ഇഞ്ച് കനത്തിൽ കട്ട് ചെയ്തിട്ടാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ലോ ഫ്ലെയിമിലിട്ട് തന്നെ നന്നായിട്ടൊന്ന് ഇളക്കി ഒരു സിറപ്പ് പഴത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കൊന്ന് കോട്ട് ചെയ്ത് കിട്ടുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമുക്കിതിലേക്ക് നാളികേരപ്പാൽ ആവശ്യമുണ്ട്. ഞാനൊരു ചെറിയ നാളികേരത്തിൻ്റെ ഒരു പകുതി ചിരകി എടുത്തൊരു മിക്സിയുടെ ജാറിലിട്ട് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നല്ല കട്ടിയുള്ള ഒരു 1/2 കപ്പ് നാളികേരപ്പാൽ പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ബാക്കിയുള്ളതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് 1 കപ്പ് കട്ടി കുറഞ്ഞ നാളികേരപ്പാലുമാണ് എടുത്ത് വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇത് ആദ്യം തന്നെ ചെയ്ത് വെച്ചേക്കണേ. അപ്പോൾ ഞാൻ നമ്മുടെ പഞ്ചസാര സിറപ്പ് നന്നായിട്ട് പഴത്തിലൊന്ന് കോട്ട് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പാല് ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 1 കപ്പ് കട്ടി കുറഞ്ഞ നാളികേരപ്പാലാണ് എടുത്തിട്ടുള്ളത്. അതാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഞാനിത് പുട്ടിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ ഈ ഒരു പാലിച്ചിരി കൂടുതൽ ഒഴിക്കുന്നുണ്ട്. 1 കപ്പ് ഒഴിക്കുന്നുണ്ട്. നിങ്ങൾക്ക് വെറുതെ കോരി കഴിക്കാനാണെങ്കിൽ കുറച്ച് തിക്കായിട്ടുള്ള ഒരു പരുവത്തിലാണ് വേണ്ടതെങ്കിൽ 1/2 കപ്പ് കട്ടി കുറഞ്ഞ പാൽ ഒഴിച്ചാൽ മതി കേട്ടോ. ഇനി ഇതിവിടെ കിടന്ന് നന്നായിട്ടൊന്ന് തിളച്ച് ഒരു 2-3 മിനിറ്റ് നന്നായിട്ടൊന്ന് തിളച്ച് ഈ ഒരു പഴം ഈ ഒരു പാലിൽ കിടന്നിട്ടൊന്ന് വെന്ത് വരണം. അപ്പോൾ ഇതാ നമ്മുടെ പഴമൊക്കെ ഇവിടെ നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ അങ്ങ് ഓഫാക്കിയിട്ട ശേഷം ഇതിലേക്ക് നല്ല കട്ടിയുള്ള 1/2 കപ്പ് പാലങ്ങ് ഒഴിച്ചു കൊടുക്കുക. നമ്മൾ പാലൊഴിക്കുന്നതിന് മുൻപ് തന്നെ തീ അങ്ങ് ഓഫാക്കിയോളൂ കേട്ടോ, അല്ലെങ്കിൽ ഇത് പിരിഞ്ഞു പോകാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഇതിൻ്റെ കൂടെ തന്നെ നല്ലൊരു ഫ്ലേവറിനായിട്ട് കുറച്ച് ഏലക്കാ പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏലക്കായും പഞ്ചസാരയും കൂടിയിട്ട് പൊടിച്ചുകൊണ്ടാണ് ഈ ഒരു കളറ്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ ഒരു 5-10 മിനിറ്റ് പോലും വേണ്ടത് ചെയ്തെടുക്കാനായിട്ട്. വളരെ ഈസിയാണ്, നല്ല ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ ഇത്രയും മതി. നമുക്കിത് സെർവിങ് ബൗളിലേക്ക് അങ്ങ് മാറ്റാം. ഇതിലേക്ക് നമ്മൾ ആദ്യം ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കാഷ്നട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പുട്ടിൻ്റെ കൂടെ ആണെങ്കിലും അപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. വെറുതെ കഴിക്കണമെങ്കിൽ ഈ ഒരു അതിലൊഴിക്കുന്ന പാലിൻ്റെ അളവൊന്ന് കുറച്ച് ഒഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇച്ചിരി തിക്കായുള്ളൊരു പരുവത്തിൽ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. കുട്ടികളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ചെറിയ റെസിപ്പിയാണ്, ഈസി ആയിട്ട് ഉണ്ടാക്കാം. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കില്ല കേട്ടോ. താങ്ക് യു.